മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളത് സർക്കാർ നയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ഒരു എംഎൽഎക്കോ മന്ത്രിക്കോ പ്രതികരിക്കാവുന്ന വിഷയമല്ലെന്നും മുല്ലപ്പെരിയാർ അടക്കമുള്ള ഡാമുകളുടെ വിഷയം പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ചതായും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന് വെള്ളം കൊടുക്കുകയും ഒപ്പം കേരള ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് സർക്കാരിന്റെ ദൗത്യം. നിലവിലെ ശാന്തമായ അന്തരീക്ഷങ്ങൾ തകർക്കരുത് എന്നും അനാവശ്യ പ്രചരണങ്ങൾ നടത്തരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. മുല്ലപ്പെരിയാർ വിഷയവുമായി സുപ്രീം കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ട് മുൻ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതിപ്പോൾ തമിഴ്നാട്ടിലെ ഒരു എംഎൽഎക്ക് നടത്താവുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ കേരളത്തിലെ ഒരു മന്ത്രിക്ക് നടത്താവുന്ന വിഷയം പോലും അല്ല ഇപ്പം മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിന്ന് സുപ്രീം കോടതി ചില കാര്യങ്ങൾ ഇതോടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് കേരളത്തോടും തമിഴ്നാടിനോടും പറഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വന്ന ആ വിഷയങ്ങളിൽ സുപ്രീം കോടതിയിലേക്ക് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുള്ള മറുപടി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. അതിൽ കുറച്ച് കാലതാമസം വന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും അത്തരം പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന ജലവിഭവ വകുപ്പ് സ്വീകരിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ചുമതലയേറ്റ ശേഷം വളരെ ഇമ്മീഡിയറ്റായി മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വകുപ്പിൻ്റെ കീഴിൽ വന്ന ഡാമുകളുടെ കാര്യം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം വിളിച്ച് ചേർത്ത് വിഷയം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ജലവിഭവ വകുപ്പും ചെയ്യേണ്ടതായ കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട്, സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി അല്ലാതെ അവിടെ ഏതെങ്കിലും ഒരു എംഎൽഎക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ ഒരു പ്രഖ്യാപനം നടത്തി പരിഹരിക്കാവുന്ന വിഷയമല്ല ഇത്. അതിൽ നിർദ്ദേശങ്ങളുടെ സുപ്രീം കോടതി അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ. അതുകൊണ്ട് വീക്കായ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നടത്താൻ കേരള സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എടുത്ത നിലപാടാണ് വി ഡി സതീശൻ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കും. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിയും തുടരുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. അതുകൊണ്ട് ഡാം സുരക്ഷിതമാണോ ഇല്ലയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാടിലേക്ക് വരണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ.